നമസ്കാരം. ജർമ്മൻ ബേസിക്സിൻ്റെ 4ാം ഭാഗത്തേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ഭാഗങ്ങളിൽ പഠിച്ച ചില വാക്കുകളും അവയുടെ ഉപയോഗങ്ങളും ചിലരിൽ സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. ഞാൻ ആദ്യമേ തന്നെ ചില വാക്കുകൾ ഒന്നുകൂടി പഠിപ്പിക്കുകയാണ്. സി ഇതിനകത്ത് നോക്കാം. സി വലിയ എസ് കൊണ്ടുള്ള സി, സ് ഇ എ, സി എന്ന് പറഞ്ഞാൽ താങ്കൾ. അത് തന്നെ ചെറിയ എസ് കൊണ്ടാണ് എഴുതുന്നതെങ്കിൽ എസ് ഇ എ, സി എന്ന് പറഞ്ഞാൽ അവൾ ആകാം, അല്ലെങ്കിൽ അവർ. അവൾക്കും അവർക്കും രണ്ടിനും ഉപയോഗിക്കുന്ന വാക്കാണ് സി. അതുപോലെ ഇവിടെ സി എന്ന് പറഞ്ഞാൽ താങ്കൾ. ഇത് നോക്കി, ഇ ഹ എർ, ഇയർ. ഇയർ ഇയർ എന്ന് പറഞ്ഞാൽ താങ്കളുടെ. സി താങ്കൾ, ഇയർ താങ്കളുടെ. ഇനി ഇവിടെ ഞാൻ ചെറിയ എസ് കൊണ്ട് സി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ അല്ലെങ്കിൽ അവർ. ഇനി ചെറിയ ഇ കൊണ്ട്, ഇ ഹ എർ, ഇയർ കൊണ്ട് ഇയർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ അല്ലെങ്കിൽ അവരുടെ. തമ്മിലുള്ള വ്യത്യാസം നോക്കുക. സി എന്ന് പറയുന്നത് താങ്കൾ, ചെറിയ എസ് കൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അവൾ അല്ലെങ്കിൽ അവർ. ഇയർ താങ്കളുടെ, ഇയർ അവളുടെ അല്ലെങ്കിൽ അവരുടെ. ഇനി ഡ ഉ, ഡു. ഡു എന്ന് പറഞ്ഞാൽ നീ. നീ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള, ഇൻഫോർമലായിട്ടുള്ള ആളുകളെ ആയിട്ട് അഭിസംബോധന ചെയ്യുമ്പോഴാണ്. നീ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രായം കുറഞ്ഞവരാകാം, പ്രായം കൂടിയവരാകാം. എൻ്റെ ഫാദറിനെയും മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും അങ്കിളിനെയും ഫ്രണ്ട്സിനെയും നമ്മളുടെ മക്കളെയും കുട്ടികളെയും എല്ലാവരെയും സി എന്ന് തന്നെയാണ്, ഡു എന്ന് തന്നെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഡു എന്ന് പറഞ്ഞാൽ നീ. നീ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷയിൽ രണ്ട് തരത്തിലാണ് രണ്ടാമത്തെ പേഴ്സണെ വിളിക്കുന്നത്. ഒന്നുകിൽ താങ്കൾ അല്ലെങ്കിൽ നീ. അപ്പോൾ ഇതിൽ നിങ്ങൾ, നീ എന്നുള്ള വാക്കിന് ജർമ്മൻ ഭാഷയിലുള്ളത് ഡു എന്നാണ്. ഇനി അത് തന്നെ ഡൈൻ, ഡ എ ഇ എൻ, ഡൈൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ. ഞാൻ നേരത്തെ പറയത്തില്ല, നിൻ്റെ പേരെന്താണ്? വി ഈസ് ഡൈൻ നാമേ. ഓക്കെ, ഡൈൻ എന്ന് പറഞ്ഞാൽ നിൻ്റെ. അത് നമ്മളുമായിട്ട് അടുപ്പമുള്ള ആരായാലും അവരെല്ലാം നമ്മൾ ഡു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പ്രായത്തേക്കാൾ കൂടുതലായിട്ട് നമ്മളുമായിട്ടുള്ള ക്ലോസ്നെസ്സാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇഷ്, ഇ സി ഹ, ഇഷ് എന്ന് പറഞ്ഞാൽ ഞാൻ. ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും, ജർമ്മൻ ഭാഷയിൽ ഇഷ്. ഇഷ് എന്ന് പറഞ്ഞാൽ ഞാൻ. ഇനി എൻ്റെ. ഇഷ് എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ എന്ന് പറഞ്ഞാൽ പറയുന്നതിനുള്ള വാക്കാണ് മൈൻ, എം ഇ എം എ ഇ എൻ, എം എ ഇ എൻ, മൈൻ. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ. ഓക്കെ. പിന്നെ എ എർ, എർ, എർ. എർ എന്ന് പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അയാൾ. എർ എന്ന് പറഞ്ഞാൽ അയാൾ അല്ലെങ്കിൽ അവൻ. അതുപോലെ ഇത് കണ്ടോ, എസ് എ ഇ എൻ, സൈൻ. സൈൻ, സൈൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ. എർ അവൻ,
സൈൻ അവൻ്റെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടി നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് കാണുക, പഠിക്കുക, ഉച്ചരിച്ച് പറഞ്ഞ് പഠിക്കുക. ഇനി അടുത്ത ലെസണിൽ ഇന്ന് പഠിച്ച വാക്കുകൾ കൊണ്ടുള്ള സിമ്പിൾ സെൻറ്റൻസസ് ഞാൻ പറഞ്ഞുതരാം. നന്ദി. എങ്കിലും ഒന്നുകൂടി ഞാൻ പറയാം, ഒന്നുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.